ഹലോ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് പത്തരമാറ്റിലെ പുത്തൻ പുതിയ എപ്പിസോഡിൻ്റെ നല്ലൊരു അടിപൊളി പ്രൊമോയാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ മിസ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നവ്യയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് നടക്കുവാണല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ജലജയാണെങ്കിൽ പലപ്പോഴും ആദർശിനെ കൊച്ചാക്കി സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചന്തുമോളുടെ കാര്യം കനകദുർഗയോടൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേവയാനിയുടെ താക്കീട് കാരണം ജലജ അതൊന്നും പറയാണ്ട് മറച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ചടങ്ങൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുവാണ്. അങ്ങനെ ചടങ്ങൊക്കെ തീർന്നതിന് ശേഷം നവ്യയും കുഞ്ഞും കൂടിയിട്ട് അനന്തപുരിയിലേക്ക് മടങ്ങി എത്തുവാണ്. അവർക്കൊപ്പം തന്നെ കനകദുർഗയും ഉണ്ടാവും. അവിടെ വെച്ചിട്ട് ആ കുഞ്ഞിനെ ചന്തുമോളിനെ കാണുന്ന കനകദുർഗയാണെങ്കിൽ നയനയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഏതാണ് ഈ കുഞ്ഞ്? ഇതിനു മുമ്പ് ഞാൻ ഈ കുഞ്ഞിനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു കുഞ്ഞുള്ള കാര്യം ആരും തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നല്ല ഐശ്വര്യമുള്ള കുഞ്ഞ്, ആരാ മോളെ ഈ കുഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ നയനയാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാണ്ട് വല്ലാതെ ടെൻഷൻ അടിക്കുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, വേറെ ആരുമല്ല, ഇവിടുത്തെ ഒരു ബന്ധുവിൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് എന്തോ സുഖമില്ലാത്തത് കാരണം ആ കുഞ്ഞിനെ മൂർത്തി മുത്തശ്ശൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ കനകദുർഗ പറയുന്നുണ്ട്, പാവം കുഞ്ഞ്, കാണുമ്പോൾ തന്നെ ഒരു ലാളിത്വമൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ചന്തുമോളാണെങ്കിൽ നവ്യയെ തന്നെ ചുറ്റി നടക്കുന്നുണ്ട്. കാരണം നവ്യയുടെ കയ്യിൽ നവ്യയുടെ കുഞ്ഞുണ്ടല്ലോ. അത് കാരണം ആ കുഞ്ഞിനെ കാണാനും കുഞ്ഞിനെ കൊഞ്ചിക്കാനും ഒക്കെ ആയിട്ട് ചന്തുമോൾ നവ്യയുടെ അരികിലേക്ക് ചെന്ന് നിൽക്കുന്നുണ്ടെങ്കിലും നവ്യ കുഞ്ഞിനെ കണ്ടതായിട്ടൊന്നും ഭാവിക്കുന്നില്ല. അങ്ങനെ നവ്യനെയും കുഞ്ഞിനെയും അനന്തപുരിയിലേക്ക് എത്തിച്ച ശേഷം കനകദുർഗ തിരിച്ച് മടങ്ങി പോവുകയാണ്. കുഞ്ഞുമായിട്ട് മടങ്ങി എത്തുന്ന നവ്യയാണെങ്കിൽ നയനയോട് ചോദിക്കുകയാണ്, നയനെ, എനിക്കിതൊന്നും കണ്ടിട്ട് തീരെ സഹിക്കുന്നില്ല. നീ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ ഇവിടെ കണ്ടുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുന്നത്? നിനക്ക് എങ്ങനെ ആദർശേട്ടനെ ഇപ്പോഴും സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയാണ്, ചേച്ചി, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ പേരിൽ ഇവിടെ ഒരു വഴക്കുണ്ടായിട്ട് എന്താ കാര്യം? നവ്യ ചോദിക്കുകയാണ്. അപ്പോൾ എന്നാലും നയനെ, ആ കുഞ്ഞ് നിൻ്റെ കൺമുമ്പിൽ തന്നെയല്ലേ വളരുന്നത്. നീ ആണെങ്കിൽ അതിനെ സ്വന്തം കുഞ്ഞെന്ന മാതിരി കൊണ്ട് നടക്കുവാണ്. ഇതൊക്കെ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആദർശേട്ടൻ്റെ കാരണത്തടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേനെ. അപ്പം നയന പറയാണ്, ആദർശേട്ടൻ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ആ കുഞ്ഞിനോട് ദേഷ്യം കാണിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. അത് വളരെ ചെറിയ കുഞ്ഞാണ് ചേച്ചി. അതിനോട് നമ്മൾ ദേഷ്യം കാണിക്കുന്നതൊക്കെ വളരെ മഹാപാപമാണ്. എനിക്ക് അതിനൊന്നും കഴിയില്ല. ആ കുഞ്ഞിനെ സ്നേഹിക്കാനേ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നയന പോവുകയാണ്. എന്നാൽ ഇതേ സമയം ജലജയും അഭിയും കൂടി ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് നയനേനെയും നവ്യനെയും തമ്മിൽ അടുപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുവാണ്. അവിടെയുള്ള പലരുടെയും മനസ്സറിയാതെ ചന്തുമോളാണെങ്കിൽ നവ്യയുടെ കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെല്ലാനും ആ കുഞ്ഞിനെ കൊഞ്ചിക്കാനും ഒക്കെ പലതവണ ശ്രമിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ ചന്തുമോൾ നവ്യയുടെ റൂമിൽ കുഞ്ഞ് കിടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞ് കിടന്ന് കരയുന്ന ശബ്ദം കേട്ടിട്ട് ചന്തുമോൾ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ മുറിയിൽ ആരും ഉണ്ടാവില്ല. എന്നാൽ കട്ടിലാണെങ്കിൽ നവ്യയുടെ കുഞ്ഞിനെ കിടത്തിയിട്ടുണ്ടാവും. അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചന്തുമോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിയിലേക്ക് ചെന്നിട്ട് കുഞ്ഞിൻ്റെ അരികിലിരിക്കുകയാണ്. അരികിലിരുന്നിട്ട് കുഞ്ഞിനോട് എന്തൊക്കെയോ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കൈവിരലൊക്കെ പിടിച്ചിട്ട് നല്ലതുപോലെ തലോടുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടിട്ട് വരുന്ന ജലജയാണെങ്കിൽ നല്ലതുപോലെ ബഹളം വെക്കുന്നുണ്ട്. ചന്തുമോളോട് ജലജ ചോദിക്കുകയാണ്, എടി പെണ്ണെ, നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ മുറിയിലോട്ട് കയറിയത്? നിനക്ക് ആരാ അതിനുള്ള അനുവാദം തന്നത്? എന്ത് ധൈര്യമാണ് നീ ഈ കാണിക്കുന്നത്? അല്ല, നീ എന്തിനാ കുഞ്ഞിൻ്റെ കൈവിരലൊക്കെ പിടിക്കുന്നത്? കുഞ്ഞിൻ്റെ കൈവിരലിൽ നീ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ചന്തുമോളെ വല്ലാണ്ട് വഴക്ക് പറയണം. അപ്പം ആ സമയത്ത് അവിടെ നിന്ന് കയറി വരുന്ന നവ്യാണെങ്കിൽ വിവരം ചോദിക്കുമ്പോൾ ജലജ പറയും, നീ കണ്ടില്ലേ, ഇവിടെ ആരും ഇല്ലാത്ത സമയം നോക്കി ഇവൾ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. ഞാൻ കണ്ടിട്ട് വന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിലോ ഇപ്പോൾ കുഞ്ഞ് കരഞ്ഞ് ഒരു അവസ്ഥയിൽ എത്തിയെന്ന് പറയാണ്. അത് കേൾക്കുന്ന നവ്യയാണെങ്കിൽ കുഞ്ഞിനെ ദേഷ്യത്തോടെ നോക്കുകയാണ്. ആണോടി, ഈ കേട്ടതൊക്കെ സത്യമാണോ? നീ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാവം കുഞ്ഞാണെങ്കിൽ എന്താ പറയേണ്ടതെന്നൊന്നും അറിയാണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. അങ്ങനെയാണ്. എന്നിട്ട് നവ്യ പറയാണ്, നീ ആൾ കൊള്ളാലോ, നിന്നെ ആദ്യം കണ്ടപ്പോൾ ഒരു പാവത്വമൊക്കെ എനിക്ക് തോന്നിയിരുന്നു, പക്ഷെ നിൻ്റെ കയ്യിലിരിപ്പ് തീരെ ശരിയല്ലല്ലോടി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ വഴക്ക് പറയണം. നയനെ അങ്ങോട്ട് വരികയാണ്. എന്താ ചേച്ചി ഇവിടെ ഒരു ബഹളം, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാണ്, നീ കണ്ടില്ലേ നയനെ, ഈ കൊച്ചു എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ നയന പറയും, എന്താ ചേച്ചി ഈ പറയുന്നത്? അപ്പോൾ ജലജ പറയാണ്, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ ഇവൾ കുഞ്ഞിൻ്റെ കൈവിരൽ പിടിച്ച് ഓടിക്കുമായിരുന്നു. അത് താങ്ങാൻ കഴിയേണ്ട കുഞ്ഞ് ഇത്രയും ബഹളം വെച്ച് കരയുന്നത്. എന്താ നയന ഇത്? നീ ഈ കൊച്ചിനെ എന്തിനാ ഈ മുറിയിലോട്ടൊക്കെ പറഞ്ഞയക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയണേ, എൻ്റെ ചേച്ചി, ഇവർ പറയണതൊക്കെ കേട്ട് വിശ്വസിച്ചിട്ട് ചേച്ചി ഈ കൊച്ചിനെ വഴക്ക് പറയണോ? ഇത് ഒരു കുഞ്ഞു കൊച്ചല്ലേ ചേച്ചി, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ വന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ജലജ പറയും, ഓ, നീ അല്ലേലും അങ്ങനെയല്ലേ പറയത്തുള്ളൂ.
നിനക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്തത് കാരണം ഈ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കാണാൻ സാധിക്കുമായിരിക്കും. എന്നാൽ ഈ വീട്ടിലുള്ള മറ്റുള്ളവരും അങ്ങനെ തന്നെ കാണണമെന്ന് നീ വാശി പിടിക്കരുത് നയനെ. ഇത് നിൻ്റെ ചേച്ചിയുടെ കുഞ്ഞാണ്, അതായത് ഈ വീടിൻ്റെ അവകാശി. കാണാൻ പാടില്ലാത്തത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും പറയും. അന്നേരം എൻ്റെ നാവ് ശരിയല്ല, എൻ്റെ സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഈ ചന്തുമോളെ ഈ മുറിയിലോട്ട് വരരുതെന്ന് പറഞ്ഞു വിലക്കണം. അത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ജലജ നവ്യയോട് പറയണം, നവ്യെ നീ സൂക്ഷിച്ചോ, നിൻ്റെ കുഞ്ഞിനെ അപകടപ്പെടുത്താനാണ് ഈ പെണ്ണിവിടെ നിൽക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, ഒടുവിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം നയന പറയണ, ചേച്ചി അവരുടെ നാവ് ചേച്ചിക്ക് അറിയാലോ, ചേച്ചി എന്തിനാ അവർ പറയുന്നതൊക്കെ കേൾക്കണം എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാണ്, ദേ നയനെ, കാര്യം അവരുടെ സ്വഭാവം ശരിയില്ലായിരിക്കും, പക്ഷെ അവർ ഈ പറഞ്ഞത് ശരിയാണ്. എൻ്റെ മോനാണ് ഈ കുടുംബത്തിലെ ശരിയായ അവകാശി. ഈ പെണ്ണ് എവിടുന്നോ കയറി വന്ന പെണ്ണാണ്. ആ പെണ്ണിന് വേണ്ടിയിട്ട് നീ വെറുതെ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നീയും ഞാനും ഇവിടെ ശത്രുക്കളായിട്ട് കഴിയേണ്ടി വരും എന്ന് പറയുകയാണ് നവ്യ. അങ്ങനെ അത് കേട്ടിട്ട് വിഷമത്തിൽ നയനയാണെങ്കിൽ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി, ചന്തുമോളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ചന്തുമോളെയും കൂട്ടി നയനയുടെ മുറിയിലോട്ട് പോവാണ്.